ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു ഒഡീസി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദ വേൾഡ് ആൻഡ് ദിസ് ഈസ് തുർക്കി, അതായത് ടർക്കിയാണിത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഗലാട്ട ടവറാണ്. ഇപ്പോൾ ഗലാട്ട ടവറിൻ്റെ സറൗണ്ടിങ്സ് ഫുൾ ഓഫ് കഫേസ്, അതേപോലെ തന്നെ മ്യൂസിക് ഷോസ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വൈബ് പ്ലേസ് ആണിത്. പിന്നെ നമുക്ക് സ്വീറ്റ്സ് ക്യാൻഡീസ് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരേ ഒരു കൺട്രിയാണ് ടർക്കി എന്ന് പറയുന്നത്. അത്ര സ്വീറ്റ്സ് ആൻഡ് ക്യാൻഡീസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ ടർക്കിഷ് ഡിലൈറ്റ്, പിന്നെ അക്കീദെ, പിന്നെ പെസ്റ്റിലുണ്ട്, കോം, പിന്നെ ജെസീരെ, കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ് ക്യാൻഡീസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് കെപ്പഡോക്കിയെ പറ്റിയിട്ടാണ്, ഫോർ ദി ഹോട്ട് എയർ ബലൂൺസ്. അത്ര സെറിയലാട്ടോ ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫെയറി ടെയിൽ കൈൻഡ് ഓഫ് ഒരു സെറിയൽ മൊമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതുമാത്രമല്ല, പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിന് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്ന ഒരു സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കേട്ടോ. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു സ്ഥലത്തിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ യുനെസ്കോയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഫോർ ദി ബ്യൂട്ടി, വേറെ ഒന്നുമല്ല, അതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ടർക്കിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു എന്താ പറയുക ഒരു പ്ലേസ് ആണ് ഈ ഒരു കപ്പഡോക്കിയ ആൻഡ് ഹോട്ട് എയർ ബലൂൺസ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ട്രീറ്റാണ് ചെസ്നട്ട് എന്ന് പറയുന്നത്. ചെസ്നട്ട് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പീനട്സ് ഒക്കെ കഴിച്ചിട്ട് സ്ട്രീറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റിനാണെങ്കിലും അവിടുത്തെ ഒരു കൾച്ചറാണ് ഈ ഒരു ചെസ്നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രീറ്റ്സിലൊക്കെ ഒരുപാട് വെൻഡേഴ്സ് ഈ ഒരു ചെസ്നട്ടായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, ഒരു എന്താ പറയുക ഒരു ആൽമണ്ട് കൈൻഡ് ഒരു ക്രഞ്ചി ഫീലൊക്കെയാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക അവിടുത്തെ കോൾഡിനെ അതിജീവിച്ച് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു നട്ടാണ് കേട്ടോ ഈ ഒരു ചെസ്നട്ട് എന്ന് പറയുന്നത്. ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം ടാക്സി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കൂടുതലും ട്രാംസ്, ട്രെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒരു സിറ്റിയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട്, ലോക്കലി എൻജോയ് ചെയ്യാനായിട്ടും. പിന്നെ ഇവിടുത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് കോഫി ഉണ്ട്, അതും യുനെസ്കോയിൽ വന്നിട്ടുള്ളതാണ്. നോർമൽ കോഫീനൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആട്ടോ ഈ ഒരു കോഫി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ് ബക്കലാവ, കുനാഫ, ഡിലൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.